2025 മെയ് 18-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് രാഹു ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ നിന്നും അനിഷ്ടസ്ഥാനമായ 8-ാം ഭാവത്തിലേക്കും കേതു അനുകൂല ഭാവമായ 3-ാം ഭാവത്തിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത 2-ാം ഭാവത്തിലേക്കുമാണ് മാറുന്നത്. 8-ലെ രാഹു ദോഷപ്രദനാണ്. നിർഭാഗ്യങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത്. പിതൃസ്വത്ത് സംബന്ധിച്ച വ്യവഹാരത്തിൽ തോൽവിയുണ്ടാകും. അനാവശ്യമായ ഭയവും ആകുലതയും മനസ്സിനെ അലട്ടിയേക്കും. പൊതുവെ ഉന്മേഷക്കുറവും ഒന്നിലും താല്പര്യമില്ലായ്മയും അനുഭവപ്പെടും. പല പ്രവൃത്തികളിലും ലക്ഷ്യത്തിലെത്താൻ അകാരണമായ കാലതാമസം ഉണ്ടായേക്കാം. ആധ്യാത്മിക കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകാൻ ഇടയുണ്ട്. ശാരീരിക ക്ലേശത്തിനും ബന്ധുവിയോഗത്തിനും സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ഉന്നത അധികാരികളുമായി മാനസികമായി അകൽച്ചയുണ്ടാകാം. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. വാക്കിൻ്റെയും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാനമാണ് 2-ാം ഭാവം. കേതു അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ധനപരമായ ക്ലേശങ്ങൾ വന്നുചേരും. പണമിടപാടുകളിൽ പഴി കേൾക്കേണ്ടതായി വരും. രോഗങ്ങൾ വലയ്ക്കാൻ ഇടയുണ്ട്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഫലം അനുകൂലമായേക്കില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത അനുഭവപ്പെടും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.